ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ 320-ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. അതുകൂടാതെ ചുങ്കുടിയുടെ ഒരു വെറൈറ്റി ഐറ്റം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കുറച്ച് ലെങ്തി ആണ്, കാരണം കൂടുതൽ കളക്ഷൻസ് ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഡിസൈൻസൊക്കെ പെട്ടെന്ന് കാണിച്ചു പോവുകയാണ്. അതിൻ്റെ കൂടുതൽ പറയുന്ന ഡീറ്റെയിൽസും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് ഇതിൻ്റെ കൂടുതൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഡിസൈൻസ് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുവാണ് ഓർഡർ ചെയ്യാണ്ട് ചെയ്യേണ്ടത്. അതുകൂടാതെ അഡ്രസ്സും വേണം. കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ അയക്കേണ്ടതെന്നും കൂടെ അയച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ബില്ല് സെൻഡ് ചെയ്യുന്നത് കേട്ടോ. മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ട് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ബില്ല് സെൻഡ് ചെയ്ത് തന്നതിന് ശേഷം റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്തെങ്കിലാണ് കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നത്. റിപ്ലൈ ഒക്കെ ഡിലേ വരുന്ന ഓർഡേഴ്സ് ചിലപ്പം ക്യാൻസലായി പോവും. കാരണം നമുക്ക് ഒരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എടുക്കുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്ലൈയോ പേയ്മെൻറ്റൊക്കെ ഡിലേ വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെയിം പീസ് വേറെ ഓർഡർ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോഴത്തേക്കും പേയ്മെൻറ്റും കൂടെ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് കേട്ടോ എല്ലാം തന്നെ. അതായത് 320-ൽ വന്നേക്കുന്നതൊക്കെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ്. മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ എന്ന് പറയുന്നത് പെയറായിട്ടുള്ളത് പെയറായിട്ട് തന്നെയാണ് എടുക്കേണ്ടത്. അതായത് ഇതിൽ വരുന്ന ഈ ഒരു രണ്ട് മെറ്റീരിയൽ രണ്ടും ഒന്നിച്ചാണ് എടുക്കേണ്ടത്. അത് സിംഗിളായിട്ട് നമ്മൾ കൊടുക്കില്ല കേട്ടോ. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ പറയുന്നതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് നമ്മളങ്ങനെ സിംഗിളായിട്ട് കൊടുക്കില്ല, അത് രണ്ടും സെറ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോസിലെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ രണ്ട് മെറ്റീരിയൽ വരുന്നതിന് രണ്ട് റേറ്റുമാണ് വരുന്നത്. 2 നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഒരു പെയറിനകത്ത് ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. മിക്സ് ആൻഡ് മാച്ചിനെ കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. പിന്നെ അതുപോലെ മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് പല ഐറ്റംസ് സ്റ്റിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ ടോപ്പും ബോട്ടോ ആയിട്ട് യൂസ് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ നൈറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിനോ, അല്ലാതെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളതെന്ന് പറയുന്നത് ഈ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് തന്നെയാണ്. അതിൽ 320-ൻ്റെ കളക്ഷൻ ആകുമ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫ്രില്ലൊക്കെ ഇട്ട് ചെയ്യാനും കുറച്ചും കൂടെ ഫ്രിൽസ് യൂസ് ചെയ്യാനും എല്ലാത്തിനും കുറച്ചും കൂടെ തുണി കൂടുതൽ 290-നെക്കാട്ടിലും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ 320 ഐറ്റത്തിന് അത്യാവശ്യം നല്ല മൂവിങ് ഉണ്ട്. പിന്നെ നമുക്ക് കളക്ഷൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് 290-ലാണ് കേട്ടോ. എപ്പോഴും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. 320 വരുന്ന സമയത്ത് അർജൻറ്റുള്ളവരെല്ലാം പെട്ടെന്ന് ഓർഡർ ചെയ്ത് എടുക്കുക കേട്ടോ. തീരുന്നതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട്. എന്നാലും ചില സമയത്ത് ഇച്ചിരി ഡിലേ വരുന്നുണ്ട്. 320 ആ ഒരു പ്രോബ്ലം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കൂടുതൽ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കി പോവുക. ഇതിൽ കാണുന്ന പോലെ തന്നെ എക്സാക്റ്റ് സെയിം കളേഴ്സാണ് വരുന്നത്. സെയിം പ്രിൻറ്റും സെയിം കളേഴ്സും ആണ്. കളറിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉണ്ടാവത്തില്ല കേട്ടോ. എല്ലാം അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നല്ല കളറുള്ള അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി. പിന്നെ ആദ്യം അയക്കുന്നവരുടെ അനുസരിച്ചിട്ടാണ് എല്ലാവർക്കും ബില്ല് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് ടൈം ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല. സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും. എന്നാലും ഫസ്റ്റ് അയച്ചേക്കുന്ന കുറേ ഓർഡേഴ്സ് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അത് ആണല്ലോ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ആദ്യം അയക്കുന്നവരുടെ അനുസരിച്ച് എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. രാവിലെ 10 മണി മുതലാണ് നമ്മൾ ഓർഡർ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 മണിക്ക് ശേഷം വരുന്ന മെസ്സേജുകളെല്ലാം 7 മണി വരെയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ. അപ്പം അതാണ് നമ്മളുടെ ഒരു ബിസിനസ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന മെസ്സേജുകളെല്ലാം നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലായിരിക്കും നമ്മൾ ഓർഡർ എടുക്കുകയും റിപ്ലൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുവാണ്. അപ്പോൾ പിന്നെ പേയ്മെൻറ്റ് അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് 10 പീസാണ്. ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടി, അതായത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് 10 പീസാണ് എടുക്കേണ്ടത്. 10 പീസിൽ താഴേക്ക് എടുക്കുന്ന സമയത്ത് റീറ്റെയിൽ പ്രൈസാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഫുള്ളായിട്ടൊന്ന് ക്ലിയറായിട്ടൊന്ന് കേൾക്കുക കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കൊരു 2-3 പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതിൽ കാണിച്ചിരിക്കുന്ന റേറ്റ് ഇപ്പോൾ 10 പീസ് എടുത്തു, ഇതിലുള്ള റേറ്റിലായിരിക്കും, ഹോൾസെയിൽ പ്രൈസിലായിരിക്കും ബില്ല് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. അപ്പം 10 പീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലുള്ള റേറ്റിനെക്കാട്ടും 10 രൂപ കുറയുമെന്ന് പറഞ്ഞല്ലോ എന്ന്. അങ്ങനെയല്ല, അത് കേൾക്കുന്നതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അതായത് നമ്മൾ കേട്ടതിൻ്റെ ക്ലിയറായിട്ട് കേൾക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് സംഭവം എന്ന് വെച്ചാൽ
ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് ഇതിലുള്ള റേറ്റാണ്. 10 പീസിൽ താഴെ എടുക്കും 10 രൂപ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റീറ്റെയിലായിട്ട് എടുക്കുമ്പോൾ, അപ്പോൾ റീറ്റെയിലായിട്ട് എടുക്കുന്ന സമയത്ത് ഇതിലുള്ള റേറ്റിനെക്കാട്ടി 10 രൂപ കൂടുകയും ചെയ്യും. 10 പീസിന് മേളിലോട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു റേറ്റിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. അല്ലാണ്ട് 10 പീസ് എടുക്കുമ്പോൾ ഇതിലുള്ള റേറ്റിനെക്കാട്ടിയും പിന്നെയും 10 രൂപ കുറയും എന്നുള്ള ഒരു സംഭവം നമ്മൾ എവിടെയും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ റീറ്റെയിൽ റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്ന 172 രൂപ എന്നുള്ളത് റീറ്റെയിലായിട്ട് 10 പീസിൽ താഴെ എടുക്കുന്നുണ്ടെങ്കിൽ 182 രൂപയാവും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം വരുന്നത്. അത് കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് വന്നത് ശ്രദ്ധിച്ച് കേൾക്കാത്തതുകൊണ്ടുള്ള ഡൗട്ടാണ്. എന്നാലും അതൊന്ന് ക്ലിയർ ആവാതിരിക്കുന്നവർക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഡിസൈൻസ് ഇതിൽ കാണുന്നുണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ നോക്കി പോവുക. ഏറ്റവും ഭംഗിയുള്ള കളക്ഷൻസാണ്. അതിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ 3000 കളക്ഷൻസ് കൂടാതെ നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ കാറ്റലോഗ് എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിലുള്ള സംഭവമല്ല കേട്ടോ. അത് യൂട്യൂബിൽ കുറേ പേർക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു. യൂട്യൂബിലുള്ളതല്ല, നമ്മളുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടുന്നത് കേട്ടോ. അപ്പം ചില സമയത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഇടാൻ പാടില്ലേ എന്നുള്ള കമൻറ്റ്സ് ചിലപ്പോൾ കാണാറുണ്ട്. അത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് മാത്രമേ അത് പറ്റുന്നുള്ളൂ. അതായത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും നമ്മളെ കാറ്റലോഗുള്ള ഫോണും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കമൻറ്റ് ബോക്സിൽ എനിക്ക് അതിൻ്റെ ആ ഒരു ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടാനുള്ള ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അതായത് നമ്മൾ ഓർഡർ എടുക്കുന്ന ഫോണിൽ, നമ്മളെ വാട്സപ്പ് ബിസിനസ്സിൻ്റെ ആ ഒരു ഫോണിലല്ല ഞാൻ യൂട്യൂബിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം യൂട്യൂബ് കാര്യങ്ങളൊക്കെ ഉള്ളത് വേറെ ഫോണും, ഇത് രണ്ടും 2 ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും. പിന്നെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് കാറ്റലോഗിൻ്റെ ലിങ്ക് അറിയാം. അതിൽ നിങ്ങൾ നേരത്തെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുള്ള ഞാൻ അയച്ചു തന്നിട്ടുള്ള അതേ ലിങ്ക് തന്നെ എപ്പോഴാണോ മെറ്റീരിയൽ വേണ്ടത് അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുകയാണ് വേണ്ടത്. അപ്പം ഓരോ പ്രാവശ്യം വേറെ ലിങ്ക് അല്ല. ഇതൊക്കെ കുറേ ഡൗട്ട്സ് എല്ലാവർക്കും ഉള്ളതാണ്. ഞാനിങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. എന്നാലും പുതിയതായിട്ടൊക്കെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇടുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ്. പിന്നെ കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ബ്രാൻഡുകളാണോ ഏതൊക്കെ കളക്ഷൻസാണോ വേണ്ടത് അതിന് മാക്സിമം. പിന്നെ ഇന്നലെയൊക്കെ ആണെങ്കിലും നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം വീഡിയോ യൂട്യൂബിൽ വരുന്ന നമ്മുടെ കയ്യിൽ വരുന്ന എല്ലാ കളക്ഷൻസ് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല മീൻസ് നമ്മൾ കാറ്റലോഗിലെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓർഡേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൽ ചില കളക്ഷൻസ് മാത്രമാണ് വീഡിയോ ആയിട്ട് ഇടാറുള്ളത്. ബാക്കി കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇന്നലെ 153 രൂപയുടെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. പുതിയ സ്റ്റോക്ക് ഒരു വീഡിയോക്കുള്ള ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല, ജസ്റ്റ് ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും വീഡിയോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പിന്നെ സ്റ്റോക്ക് ഇവിടെ ഇല്ലയെന്ന് വിചാരിക്കുകയേ വേണ്ട. ജസ്റ്റ് കാറ്റലോഗ് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനകത്തുനിന്ന് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കളക്ഷൻസ് എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പം തിരക്ക് കുറയുന്നതിനനുസരിച്ചിട്ട് ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടുന്ന എല്ലാ ഐറ്റംസും ഫോട്ടോസായിട്ട് കാറ്റലോഗിലും കാണും. ആദ്യം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്ന ഐറ്റംസ് ആണെങ്കിലും ഇടുന്നത് കേട്ടോ. പിന്നെ അജ്രക്കിൻ്റെ കളക്ഷൻസൊക്കെ വേണ്ടവർ കാറ്റലോഗ് നോക്കുക. എല്ലാ കളക്ഷൻസും അവൈലബിൾ ആണ്. അടുത്ത കാണിക്കുന്നത് പുതിയൊരു ഐറ്റമാണ്. അതായത് ചുങ്കിടിയിൽ ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ക്രഷ് പ്രിൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ചുങ്കിടിയിൽ വന്നിട്ടുള്ളത് ഏറ്റവും താഴെ ഭാഗത്ത് കാണുന്ന ഡിസൈൻ ആണ് കാണിക്കുന്നത്. മുകളിലോട്ട് കാണിക്കുന്നില്ലേ, അത് താഴേന്ന് മുകളിലോട്ട് എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പം ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ അല്ല, രണ്ടും വ്യത്യാസമുണ്ട്. ഇതുപോലെയാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും താഴെ ഇങ്ങനെ വരും, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. ഒരു വെറൈറ്റി ഡിസൈനാണ്. ഇപ്പോൾ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കും നൈറ്റീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതിലൊരു 2-3 ഡിസൈനും അതിൻ്റെ തന്നെ
വേറെ വേറെ കളേഴ്സും കാണിക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത്. വേറെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി കളേഴ്സും ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യുക. ഇതിലൊക്കെ സിംഗിൾ ഫോട്ടോസ് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും പറയാനുള്ള ഗ്യാപ്പ് കിട്ടുന്നില്ല. നിങ്ങൾ കസ്റ്റമറിനെ കാണിച്ച് സെലക്ട് ചെയ്ത് മറ്റേ ഇതില്ലേ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, സെലക്ട് ചെയ്തെടുക്കുന്നവർ, അങ്ങനെയുള്ളവർ സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ പീസുകൾ നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് ഇപ്പോൾ രാവിലെ സ്ക്രീൻഷോട്ട് എടുത്തു, അത് സ്റ്റോറി ഇട്ട് വൈകുന്നേരം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലൊക്കെയാണ് ഓർഡർ എടുത്ത് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറേ കളക്ഷൻസ് സ്റ്റോക്കൊക്കെ തീർന്നു എന്ന് പറയേണ്ടി വരാറുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്രയും കണ്ടിന്യൂസ് ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവർ പെട്ടെന്ന് സെലക്ട് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതുപോലെ ഓരോരുത്തരുടെ ഓർഡർ വന്നു അങ്ങനെ ഓരോരോ പീസായിട്ട് നമ്മൾ എടുത്ത് വെക്കുകയല്ല ചെയ്യുക. അതായത് ഒരു അവരുടെ കസ്റ്റമറിൻ്റെ ഒരു കസ്റ്റമർ സെലക്ട് ചെയ്തു, ആ ഒരു ഫോട്ടോ ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തു, അങ്ങനെ 1-2 പീസുകളായിട്ട് എടുത്ത് വെച്ച് 10 പീസ് ആകുന്നവരെ എടുത്ത് വെച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് ബില്ല് സെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മളിപ്പം ഒരുപാട് മെസ്സേജുകൾ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ഫോട്ടോ അയച്ചു, ഇതൊന്ന് എടുത്ത് വെക്കണേ, ഇച്ചിരി കഴിയുമ്പം അടുത്തത് കുറേ നേരം കഴിയുമ്പം വരുമ്പോഴത്തേക്കും രാവിലെ അയച്ച ഫോട്ടോസിലുള്ള ഐറ്റംസൊക്കെ ചിലപ്പം ഈ പറയുന്ന ആൾക്കാർ ക്യാൻസലാക്കും കുറേ മണിക്കൂർ കഴിയുമ്പോൾ. അങ്ങനെയൊക്കെ പണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറ്റിയിട്ടുള്ളത് കൊണ്ട് കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്യാത്തത്. അതായത് ഫുള്ള് സെലക്ഷൻ എപ്പോഴാണോ കഴിയുന്നത് അന്നേരം ഫുള്ളായിട്ട് അയച്ചു തന്നാൽ മതി. ഇത്ര പീസാണ് വേണ്ടതെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഉപകാരമാണ്. കാരണം നമ്മുടെയൊക്കെ അയച്ച് കിട്ടിയേക്കുന്ന പീസും കസ്റ്റമർ ഇത്ര പീസാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതും കൂടെ ഒന്ന് കൺഫേം ചെയ്യുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്ര പീസാണോ വേണ്ടതെന്നും പിന്നെ അഡ്രസ്സൊക്കെ അയച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതും കൂടെ അയച്ച് ഏതിൽ അയക്കേണ്ടതെന്നും കൂടെ അയച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ പേയ്മെൻറ്റും കൂടെ വന്നാൽ അതിൻ്റെ ഓർഡർ കൺഫേം ചെയ്ത് പിന്നെ പാക്കിംഗ് സെക്ഷനും ബാക്കി എല്ലാ കാര്യങ്ങളായിട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപാട് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഫ്രണ്ടും ബാക്കും ഇതുപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഓരോന്നിൻ്റെയും പ്രിൻറ്റ് വരുന്നത്. 3 ഡിസൈനാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ള. 3 ഡിസൈൻ്റെ ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത്. ഫ്രണ്ടും ബാക്കും വേറെ വേറെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറെ വേറെ കളേഴ്സും കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും സെലക്ട് ചെയ്തെടുക്കാം. ഇപ്പം വെറൈറ്റി ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊണ്ടുവരും. പിന്നെ സമയത്തിൻ്റെ ഒരു കുറച്ച് എന്താ എല്ലാം കൂടി ചെയ്ത് തീരാനുള്ളൊരു ടൈമിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ചിലപ്പോൾ വീഡിയോയോ അല്ലെങ്കിൽ പുതിയ കളക്ഷൻസിൻ്റെ ഫോട്ടോയോ ഒക്കെ ഒരു ദിവസമൊക്കെ അങ്ങോട്ട് എക്സ്ട്രാ കൂടുതൽ വരുന്നത്. അപ്പോൾ എന്നാലും മാക്സിമം നമ്മുടെ അടുത്ത് എപ്പം നോക്കിയാലും കളക്ഷൻസ് എടുക്കാനുള്ളതുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്